ഇവനെയൊക്കെ എൻ്റെ വായിൽ വരുന്നത്. ഇവനൊന്നും ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ. നാട്ടുകാർ പച്ചയ്ക്ക് ഇവനൊക്കെ കത്തിക്കണം. നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. പക്ഷേ ഇതുപോലെ ഓരോന്ന് കാണുമ്പം നിയമം കയ്യിലെടുത്തു പോകും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇതുപോലെ തന്നെ പ്രതികരിക്കും. അതാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാട്ടിക്കൂട്ടിയവനെ ഇത്രയും ഫ്രീ ആയിട്ട് നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ സമ്മതിച്ച നമ്മളെ നിയമമുണ്ടല്ലോ, ആദ്യം നമിക്കണം. അല്ലാണ്ട് എന്താ പറയുന്നതിനൊക്കെ. ഇവനൊക്കെ വീണ്ടും നാട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നല്ലോ. നമ്മൾ എങ്ങനെ ഈ നിയമത്തിനെ കണ്ണും പൂട്ടി വിശ്വസിക്കുക? അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ അങ്ങനെ പ്രതികരിച്ചത്. ആ ഇത്തിരി ഇല്ലാത്ത ആ കുഞ്ഞിനോട് ചെയ്ത പ്രവൃത്തി ഇങ്ങനെ കാണാൻ പോലും നമുക്ക് പറ്റില്ല. ആ കൊച്ചിൻ്റെ ഫോട്ടോയും ഇതിനെയൊക്കെ എന്താ പറയുക ഇതിനെ. ഇവരെ പോലുള്ളവരുടെയൊക്കെ മുമ്പിൽ നിയമം നോക്കുകുത്തികളാവുകയാണ്. അത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ പ്രതികരിച്ചത്. ഇവനിത് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഇവൻ്റെ ആദ്യ ഭാര്യനെ ഒന്ന് കാണണം. അപ്പം ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവക്കും ആ ആദ്യ ഭാര്യൻ്റെ അതേ അവസ്ഥ തന്നെ വന്നേനെ. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അഷ്കർ ആദ്യം വിവാഹം കഴിച്ചത് ആമിന എന്ന പാലോട് സ്വദേശിയാണ്. ആ ആമിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ ക്രൂരത 2022 വിവാഹം കഴിച്ച ആ ദിവസം മുതൽ നേരിട്ടു എന്നാണ് ആമിന പറയുന്നത്. ആമിന ഈ അവസ്ഥയിലാകാനുള്ള കാരണവും അത് അഷ്കറിന്റെ ക്രൂരതയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ, എന്താ ഉപദ്രവിക്കുമായിരുന്നോ? കണ്ടില്ലേ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആ പെൺകുട്ടിക്ക്. നിനക്ക് മനുഷ്യനാണോ? ആ പെൺകുട്ടീനോട് കാണിച്ച ക്രൂരത. ഇനി ആ പെൺകുട്ടിക്ക് സാധാരണ നിലയിലേക്ക് എത്താൻ എത്ര കാലെടുക്കും? ഒരു പരസഹായം പോലും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റില്ല. ഇവനെയൊക്കെ എൻ്റെ വായിൽ വരുന്നത്. ഇവനൊന്നും ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ. നാട്ടുകാർ പച്ചയ്ക്ക് ഇവനൊക്കെ കത്തിക്കണം. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി ഇവൻ രണ്ടാമതും കല്യാണം കഴിച്ച് അങ്ങ് വിലസി നടക്കുകയാണ്. എത്ര ഫ്രീ ആയിട്ട് അവൻ നടന്ന് രണ്ടാമതും കല്യാണം കഴിച്ചത്. എന്നിട്ട് 1.5 വയസ്സുള്ള ആ കുട്ടീനെ, ആ പന്ന മോളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് ഇവളൊക്കെ എന്താ പറയുക? തെരുവിൽ പേ പിടിച്ച പട്ടികൾ പോലും അവരെ സ്വന്തം കുഞ്ഞിനെ അവർ സംരക്ഷിക്കും. ഇവക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവളൊക്കെ എന്തിനാ ഈ പണിക്ക് പോയത്? എന്തിനാ പ്രസവിച്ചത്? നമ്മളെയൊക്കെ നാട്ടിൽ ഗൾഫിലൊക്കെ ഉള്ള നിയമം വരണം. ഇല്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കഷ്ടം തന്നെ. ഇവളെയൊന്നും മനുഷ്യന്മാരെ കണത്ത് പോയിട്ട് മൃഗങ്ങളെ കണത്ത് പോലും പെടുത്താൻ പറ്റില്ല.